സിനിമാ ലോകത്ത് നിന്ന് വിട്ടുപോയിരിക്കുന്നത്. സിനിമാ ലോകത്തിന് തന്നെ തീരാ നഷ്ടമാണ്. നമ്മളിൽ ഒരാൾ എന്ന് തോന്നിപ്പിച്ച, ചിരിച്ചും ചിന്തിപ്പിച്ചും തന്നെ കടന്നുപോയ എത്രയെത്ര കഥാപാത്രങ്ങളാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമാ ലോകത്തിന്റെ തീരാ നഷ്ടം തന്നെയാണ് ശ്രീനിവാസന്റെ ഈ ഒരു വിയോഗം. നമുക്കൊപ്പം പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. പ്രദീപ്, ഇന്നലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രഗത്ഭർ വന്നുപോയിരുന്നു. നാടൊന്നടങ്കം ശ്രീനിവാസൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടേക്ക് വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പ്രിയപ്പെട്ട തന്റെ നടനെ അവസാന നോക്ക് കാണാനായി ഒരുപാട് പേരാണ് ഇന്നലെ പൊതുദർശന വേദിയിലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ ആരൊക്കെയാണ് പ്രമുഖരായി ഇനി എത്തിച്ചേരാനുള്ളത്? സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഹിമ, മലയാളികളെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് ഇന്ന് മലയാളം അന്ത്യാഞ്ജലി അർപ്പിക്കും. ഇന്നലെ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ തന്നെ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും വേണ്ടി പ്രമുഖരുടെയും സാധാരണക്കാരുടെയും എല്ലാം ഒഴുക്കായിരുന്നു. അന്ത്യം സംഭവിച്ച ആശുപത്രിയിൽ അതിനുശേഷം പൊതുദർശനത്തിന് വെച്ചപ്പോൾ, പിന്നീട് വീട്ടിലെത്തിച്ചപ്പോൾ എല്ലായിടത്തും ഒട്ടേറെ ആളുകൾ പല പല ദേശങ്ങളിൽ നിന്ന് ആദരാഞ്ജലികളുമായി എത്തിയിരുന്നു. അവരിൽ വളരെ സാധാരണക്കാരായ ആളുകൾ മുതൽ മുഖ്യമന്ത്രിയും നടൻ മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള താരങ്ങളും ഉണ്ടായിരുന്നു. ഒപ്പം മലയാള ചലച്ചിത്ര മേഖലയിലെ ഒട്ടനവധി താരങ്ങൾ ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. രാവിലെ 10 മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. എറണാകുളം തൃപ്പൂണിത്തുറയ്ക്കടുത്ത് ഉദയംപേരൂരിനടുത്ത് കണ്ടനാടാണ് വർഷങ്ങളായി അദ്ദേഹം താമസിക്കുന്നത്. തലശ്ശേരി സ്വദേശിയാണ് എങ്കിൽ തന്നെ ഇവിടെ താമസമാക്കിയ ശേഷം ഈ നാടുമായി ഇഴുകിച്ചേർന്ന വ്യക്തി കൂടിയാണ് നടൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ പ്രകൃതി ജീവന രീതിയും ഒപ്പം വിമുക്തമായ കൃഷി രീതിയും ഒക്കെ പല തവണ വാർത്തകളിൽ നിറഞ്ഞതാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള കൃഷിയും മറ്റും ഏറ്റവും വലിയൊരു പ്രചാരകൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. വീടിന് മുൻവശത്ത് കിടക്കുന്ന പാടത്തായിരുന്നു, ഏക്കറുകളോളം വരുന്ന പാടം കാലങ്ങളായി കൃഷി ചെയ്യാതെ കിടക്കുകയായിരുന്നു. ശ്രീനിവാസൻ ഇവിടെ എത്തിയതിനു ശേഷം അയൽവാസികളെ എല്ലാം കൂട്ടി ചില പ്രത്യേക സമിതികളൊക്കെ ഉണ്ടാക്കി ആ കാർഷിക സമിതികളുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി നെൽകൃഷി നടന്നുകൊണ്ടിരുന്നത്. അടുത്ത കാലത്തും അവസാന അതിന്റെ വിളവെടുപ്പും വിതയും അത്തരം കാര്യങ്ങൾ എല്ലാം നടന്നിരുന്നു. അങ്ങനെ ഈ നാട്ടുമായി ഇഴുകിച്ചേർന്ന് ഈ നാട്ടുകാരൻ കൂടിയായി മാറിയ ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി പൊതുസമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ എത്തിച്ചേരും. രാവിലെ 10 മണിക്കാണ് കങ്ങാട്ടെ വീട്ടുവളപ്പിൽ സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്.